ഹലോ ഹായ് മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ് ഇച്ചായൻ ആൻഡ് കുഞ്ഞാറ്റ. ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ഓൾറെഡി 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം കുഞ്ഞാറ്റ ഡിവോഴ്സായി എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇടുന്നു. അതിൻ്റെ പിറകെ അതിൻ്റെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാരണം പറഞ്ഞുകൊണ്ട് കുഞ്ഞാറ്റ ഒരു വീഡിയോ ഇടുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഹൈ റേഞ്ച് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഇച്ചാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അതിൽ മിസ്ലീഡിങ് കംപ്ലയിൻറ്റ്സ് കൊടുത്തിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഇച്ചാൻ എന്ന് പറയുന്ന വ്യക്തി ആ ചാനൽ ഗ്രോ അപ്പ് ചെയ്തെടുക്കുന്നു. ഇതെല്ലാം കണ്ടിട്ടും കുഞ്ഞാറ്റ മിണ്ടാതെ കുറേ നാൾ പോയി. അവസാനം സ്വന്തം കുഞ്ഞിനെ വെച്ചിട്ട് പോലും കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ കുഞ്ഞാറ്റ ചില കാര്യങ്ങളും പറഞ്ഞ് രംഗത്ത് വരുന്നു. അതിനുശേഷം ഈ ഇച്ചായൻ എനിക്കും ചിലത് പറയാനുണ്ട്, ഞാൻ അത് പറയും ഇത് പറയും എന്ന് പറഞ്ഞിട്ട് ഇച്ചായൻ്റെ ഭാഗത്ത് നിന്ന് വേറൊരു ഭീഷണി വീഡിയോ കുഞ്ഞാറ്റയ്ക്കെതിരെ വരുന്നു. അതായത് കുഞ്ഞാറ്റ അത്ര നല്ല ആളൊന്നുമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല, കുഞ്ഞാറ്റയുടെ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പുറത്ത് പറയും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇങ്ങേര് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനെ അത് മുക്കി. ഇപ്പോൾ ഷഫീന ബീബി എന്നൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് പുറത്ത് വന്നിട്ടുണ്ട്. മാന്യൻ്റെ വേഷവും കെട്ടി നടന്ന ഇങ്ങേരുടെ താറ സ്വഭാവം കാണിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട്. ഉളുപ്പ് വേണോടോ, കുറച്ചെങ്കിലും തനിക്ക് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം വേണം. താൻ ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല അവിടെ കിടന്ന് അത്രയും പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ ഒരു പൊല്ലാപ്പ് തനിക്ക് പറഞ്ഞ വരുന്നുള്ളത്. ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ലല്ലോ. നാറിയല്ലോ, നന്നായിട്ട് നാറിയല്ലോ ഈ ഒരു സ്ക്രീൻഷോട്ട് കാരണം. ഇനി താൻ എന്തോ പറഞ്ഞ് പ്രസംഗിക്കും, എന്തോ പറഞ്ഞ് പ്രസംഗിക്കും. എന്തൊക്കെയോ കുഞ്ഞാറ്റയെ കുറിച്ചിട്ട് എന്തൊക്കെയോ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കുറേ ഡയലോഗ് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. താൻ അതെടുത്ത് പുറത്തിട്, കാണട്ടെ എന്താണ് തൻ്റെ കയ്യിലുള്ളത്. താൻ ഇത്രയും ചെറ്റത്തരം കാണിക്കുന്ന തൻ്റെ കയ്യിൽ എന്ത് തേങ്ങക്കൊലയില്ലെന്ന് ആൾക്കാരൊന്ന് കാണട്ടെ. താൻ അതെടുത്തിട്. ഇന്നലെ ഫോർച്യൂണർ മേടിച്ചെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ടായിരിക്കും അല്ലയോ, അല്ല ഇപ്പോൾ ഉള്ള റീച്ച് കണ്ടിട്ടായിരിക്കും ഈ ഫോർച്യൂണറൊക്കെ മേടിച്ച് കൂട്ടിയത്. കാണണം ഇത് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുറേ കഴിയുമ്പോൾ തൻ്റെ തന്നിക്കോണം ഇങ്ങനെ പുറത്ത് വരുമ്പോൾ ഇപ്പം കിട്ടുന്ന റീച്ച് അങ്ങില്ലാതാവും. അപ്പം എന്തോ ചെയ്യും? ഫോർച്യൂണർ കൊണ്ടുപോയിട്ട് വിൽക്കുമോ, അതോ സോറി സാർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുമോ? ആകെ ചാനൽ തുടങ്ങിയിട്ട് 1 മാസം എങ്ങാണ്ട് ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഫോർച്യൂണറും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടറിയണം ചാനലിൻ്റെ ഗ്രോത്ത് ഇനി എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അമ്മാതിരി കയ്യിലിരിപ്പാണല്ലോ ഈ കാണുന്നത് മൊത്തം അല്ലേ. ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കാം, എനിക്ക് വായിക്കാൻ മേല. ഇങ്ങനെ പോലെയുള്ള തറകളുടെ വൃത്തികെട്ട മെസ്സേജ് ഒന്നും വായിക്കാൻ എന്നെക്കൊണ്ട് മേല. അതുകൊണ്ടാണ് ഞാനിവിടെ വെക്കാം. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തുവാ തോന്നിയത് നിങ്ങളൊന്ന് പറ. ഇവനെ പോലെയുള്ള ആൾക്കാരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരോട് എനിക്കതാണ് ചോദിക്കാനുള്ളത്. അവളെ പോലെ ഒരു നല്ലൊരു പെങ്കൊച്ച് തൻ്റെ കൈ വന്ന് പെട്ടതാണ് ഏറ്റവും വലിയ പ്രശ്നമായിപ്പോയത്. മനസ്സിലായോ? ഒരു പണിക്കും പോവാതെ കൂലിക്കും പോവാതെ വീട്ടിൽ തിന്ന് കിടന്ന് തന്നെ നോക്കി തൻ്റെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് തന്നെ നോക്കിയതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് അത് തിന്ന് എല്ലിക്കുത്തിയതിൻ്റെ കാര്യമാണല്ലോ താൻ ഈ കാണിച്ചു കൂട്ടിയത് മൊത്തം. എല്ലിക്കുത്ത് നാണം വേണം. ആ പെണ്ണിൻ്റെ ചെലവിൽ നിന്നിട്ട് അവളെ തന്നെ ചതിച്ചിട്ട് ഞാൻ വല്ലതൊക്കെ എനിക്ക് എന്തൊക്കെയോ പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ആയിപ്പോയി, അതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും നിർത്തുന്നത്. ശരി എന്നാ കാണാം ഫോർച്യൂണറുടെ EMI ഒക്കെ എങ്ങനെ അടക്കുക എന്നുള്ളത് എന്തായാലും ഒന്ന് കാണണം കേട്ടോ. ഈ യൂട്യൂബ് വെച്ചിട്ടാണല്ലോ ഇതൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്, കണ്ടറിയാം. ശരി എന്നാ, ടാറ്റാ, ബൈ ബൈ.